പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ആനക്കര മേലേഴിയും നെല്ലിക്കുന്ന് കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായതോടെ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് നിരവധി കുടുംബങ്ങൾ. ടാങ്കർ ലോറിയിലും മറ്റുമാണ് ഇപ്പോൾ ഇവിടേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. വേനലിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുമ്പോഴും പ്രവർത്തന സജ്ജമാകാതെ കിടക്കുകയാണ് ആനക്കര പഞ്ചായത്തിലെ മേലഴിയം നെല്ലിക്കുന്നിലെ കുടിവെള്ള പദ്ധതി. ഈ കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി മാറുന്നതോടെ 100-ലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നത്. ആനക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിലൂടെ ജലവിതരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ വെള്ളം ഇവിടെ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. വർഷങ്ങൾക്ക് മുമ്പാണ് നെല്ലിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം നടപ്പാക്കിയത്. ലക്ഷങ്ങൾ ചെലവിട്ട് 5000 ലിറ്ററിന്റെ 2 ടാങ്കുകൾ വീതം സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഉപയോഗപ്രദമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ജൽജീവൻ മിഷൻ പദ്ധതി ധാരാളം കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുന്നിൻ പ്രദേശമായതിനാൽ എല്ലായിടത്തും വെള്ളം എത്തുന്നില്ല. വീടുകളിൽ ടാപ്പ് തുറന്നാൽ മിക്ക സമയത്തും കാറ്റ് മാത്രമാണ് വരുന്നതെന്നും വീട്ടമ്മമാർ പരാതിപ്പെടുന്നു. ആദ്യം പിന്നെ കുറേശ്ശെ 2 ബക്കറ്റ് 3 ബക്കറ്റ് ഇടണം. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ഏത് പാത്രക്ക വെള്ളം പിന്നെ ഞങ്ങളിപ്പോൾ ഇത് എത്ര നേരം ഉറക്കൊഴിച്ചിരിക്കുക. അവിടെയൊക്കെ വെള്ളം പോകണ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തുറന്നാലും ഞങ്ങൾക്ക് കാറ്റ് വെക്കാം. കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, അതും ഇല്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ വണ്ടിമേളം വരും അവിടെയൊക്കെ എപ്പോഴും വരും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എപ്പോഴും എത്തില്ല. ഞങ്ങളിപ്പോൾ അതിലും നല്ല ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് ഏറ്റി കൊടുന്നൂടെ. ഈ വണ്ടിമേളം എപ്പോഴെങ്കിലും താഴ്ത്തു വന്നിട്ട് കൊടുക്കുന്നു. അത്രയൊക്കെ തന്നെ. നിലവിൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കോറിയിൽ നിന്നുമാണ് കുടുംബങ്ങൾ സ്വന്തം ചെലവിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എടുക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. പരം കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ 100-100ന്റെ മുകളിൽ നമുക്കിവിടെ താമസമായിട്ട് കുറേ വീടുകളുണ്ട്. അവർക്കൊന്നും വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കെട്ടി കൊടുന്നിട്ടാണ് ഏറ്റി കൊടുന്നിട്ടൊക്കെയാണ് ഓരോരുത്തർ കഴിയുന്നത്. നമുക്ക് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കിണറൊന്നുമില്ല ഇവിടെ.